Let's dive into the fascinating world of physics with Dr. Sina G. Good morning, all. Welcome to lectures by Dr. SG. In today's class, we are going to discuss about electric potential due to an electric dipole. ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എന്ന ഇലക്ട്രിക് ഡൈപോൾ പഠിച്ചായിരുന്നു. അപ്പോൾ അത് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷൻ ആയിരുന്നു. CBSEക്ക് പൊതുവേ ഡെറിവേഷൻസ് ചോദിക്കുന്ന പരിപാടിയില്ല. ഇനി എങ്ങാനും CBSEക്ക് ഡെറിവേഷൻസ് ചോദിക്കാൻ തോന്നിയാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ ISCയുടെ കേസിൽ ഉറപ്പായിട്ടും സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണേ. സോ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു മാഗ്നറ്റിക് ഡൈപോള്? നോർത്ത് പോളും സൗത്ത് പോളും വരുന്ന ഒരു കോൺഫിഗറേഷനാണ് നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവും നെഗറ്റീവും ചാർജസ് വരുന്ന ഒരു കോൺഫിഗറേഷൻ ആണ്. സോ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് if two equal and opposite charges are separated by a small distance, ഇത് minus q ഇത് plus q ആണെങ്കിൽ if it is separated by a small distance, then this will form an electric dipole. അപ്പോൾ ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം ഇസ് 0. ടോട്ടൽ ചാർജ് 0 ആണെങ്കിലും ഈ ഡൈപോളിന്റെ സ്ട്രെങ്ത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു വാക്ക് യൂസ് ചെയ്യും, ദാറ്റ് ഈസ് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, സോ ഡൈപോൾ മൊമെന്റിനെ നമുക്ക് P എന്ന ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഈ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ആണ്. ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് ഈസ് ഫ്രം മൈനസ് Q ടു പ്ലസ് Q. ഓക്കെ, ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഇതായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇറ്റ് ഇസ് ഓൾവേസ് ഫ്രം പ്ലസ് Q ടു മൈനസ് Q, ബട്ട് ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് ഈസ് ഫ്രം minus Q to plus Q. So the equation for dipole moment is P is equal to one of the charges into distance between the charges. ഏതെങ്കിലും ഒരു ചാർജ് എടുക്കുക, വൺ ഓഫ് ദ ചാർജസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. അതൊരു വെക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ യൂണിറ്റ് വെക്ടർ കൊടുക്കാം. ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ചാർജിന്റെ യൂണിറ്റ് കൂളോം, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ, കുളോമീറ്റർ. ഇത് ഞാനിവിടെ പറയാൻ കാര്യം നമുക്കിപ്പോൾ വരാൻ പോകുന്ന ഡെറിവേഷനോ ഡൈപോൾ മൊമെന്റ് വരും, അതുകൊണ്ടാണ് കേട്ടോ ഞാനിതൊന്ന് റിമൈൻഡ് ചെയ്തത്. സോ നമുക്ക് നമ്മുടെ ഡെറിവേഷനിലേക്ക് പോകാം. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് മനോഹരമായ ഒരു പടം വരയ്ക്കണം. ദിസ് ഇസ് മൈനസ് Q ആൻഡ് this is plus Q, which is separated by a distance 2a. എന്നിട്ട് now I am going to find a potential at this point. ഇത് P എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് ഞാൻ കാണാൻ പോകുന്നത്. I am going to find the potential at P due to this dipole, that is due to this minus Q charge and plus Q charge. So distance between the charge and the point P is R1, and that between Q and P is R2. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മിഡിൽ പോയിന്റ് എടുക്കാമെങ്കിൽ, ഇഫ് ദിസ് ഇസ് എ മിഡിൽ പോയിന്റ് ഓഫ് ദ ഡൈപോൾ, എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിനെ ഞാൻ R എന്ന് കൊടുക്കുകയാണ്. ആൻഡ് ദിസ് ആംഗിൾ ഇസ് തീറ്റ. ഓക്കെ, ആംഗിൾ തീറ്റ. ഇത്രയും മനോഹരമായി നമ്മൾ വരച്ചു വെക്കണം കേട്ടോ. അത് നമ്മൾ എഴുതാൻ പോണ വി നോ ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഈസ് V is equal to 1 by 4 pi epsilon 0 Q divided by R. So ഈ ഇക്വേഷനിൽ മൈനസ് Q ആണെങ്കിൽ എന്ത് വരും? പൊട്ടൻഷ്യൽ അറ്റ് P ഡ്യൂ ടു ദ മൈനസ് Q ചാർജസ് V1 is equal to 1 by 4 pi epsilon 0 minus Q divided by R. And potential at P due to the plus Q charges V2 is equal to 1 by 4 pi epsilon 0 Q by R1 വരും കേട്ടോ. ഇത് R1 ആണ് ഈ ഡിസ്റ്റൻസ്, ഇത് Q by R2. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് ഇസ് ഈക്വൽ ടു V1 പ്ലസ് V2. ഇതിന് രണ്ടിനെ സമ്മായിരിക്കുമല്ലോ. സമ്മാകുമ്പോൾ ഞാൻ കോമൺ ആയിട്ടുള്ളതൊക്കെ ഒന്ന് ബ്രാക്കറ്റിന് പുറത്തെടുത്ത് എഴുതുകയാണെ. Q by 4 pi epsilon 0 1 by R2 മൈനസ്, ഇവിടെ മൈനസ് ആയതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഇതിനെ സെക്കൻഡ് ടേം ആയിട്ട് എഴുതിയേക്കുന്നത്. 1 by R2 minus 1 by R1. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. V is equal to Q divided by 4 pi epsilon 0 R1 minus R2 divided by R1 R2. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് പൊട്ടൻഷ്യൽ കിട്ടിയേക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് R1 R2 എന്നൊക്കെ R1 മൈനസ് R2 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാൻ പോവാണ്. ഫിസിക്സിൽ പിന്നെ ഏത് ഡെറിവേഷൻ ആണെങ്കിലും അതിനകത്തൊരു അസംഷനും പിന്നെ കുറച്ച് നെഗ്ലക്റ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. സോ ഇവിടെ നമുക്ക് ഒന്ന് അസ്യൂം ചെയ്യാം. ആൻഡ് അസംഷൻ ഇസ് ദാറ്റ് ദിസ് പോയിന്റ് P ഈസ്
ഈസ് അറ്റ് എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ഫ്രം ദ ഡൈപോൾ. അതായത് ഡൈപോളിനെക്കാട്ടിലും വളരെ ഡൈപോളിന്റെ സൈസ് വെച്ച് നോക്കും, ഇതിന്റെ ഈ ഡിസ്റ്റൻസ് വെച്ച് നോക്കും, ഈ ഡിസ്റ്റൻസിനെക്കാട്ടിലും വളരെ ദൂരെയാണ് പി ഇരിക്കുന്നതെങ്കിൽ, കുറെ ദൂരെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, R1 is almost equal to R2 which is equal to R എന്ന് എടുക്കാം. R1 R2 ഏകദേശം ഒരേപോലെയാണ്. എന്നിട്ട് അതിന് ഞാൻ R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു R1 മൈനസ് R2 ഉണ്ട്, അതിനൊക്കെ ഒരു സീറോ ആകാൻ പറ്റത്തില്ല കേട്ടോ, പൊട്ടൻഷ്യൽ എങ്കിൽ സീറോ ആയിപ്പോകും. സോ R1 മൈനസ് R2 നമുക്ക് കാണണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഈ ലൈനിലേക്ക് വരയ്ക്കുകയാണ്. ഐ എം ഗോയിങ് ടു ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം +Q ടു ദിസ് ലൈൻ. സോ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പം ഇതാ ഇങ്ങനെ വരും പെർപെൻഡിക്കുലർ. ഓക്കെ, സോ ഈ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പം ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ ഐ എം ഗോയിങ് ടു കൺസിഡർ ദ ട്രയാങ്കിൾ ABC. ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുമ്പോൾ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. ഈ ആംഗിൾ തീറ്റയാണ്. ഇവിടെ നമ്മളുടെ അസ്യൂം ചെയ്യുന്ന കണ്ടീഷനിൽ ഈ ആംഗിളും തീറ്റ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കും. ഓക്കെ, അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കും. അപ്പൊ ഇതിനെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇത് ഇത്രയും R1 ആണ്. സോ ഇതിന് നമ്മൾ ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചേക്കുന്നത്. അപ്പൊ ഈ ലെങ്ത് എത്രയായിരിക്കും, R1 മൈനസ് R2 ആയിരിക്കും. കണ്ടോ, ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് R1 മൈനസ് R2 ആയിരിക്കും. അപ്പൊ R1 മൈനസ് R2 എനിക്ക് എങ്ങനെ എഴുതാം, കോസ് തീറ്റ ഈസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. സോ ഇവിടെ എന്ത് വരും, R1 മൈനസ് R2 ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുന്നതാണ് കോസ് തീറ്റ. സോ R1 മൈനസ് R2 എന്ത് വരും, ഇസ് ഈക്വൽ ടു 2a കോസ് തീറ്റ എന്ന് വരും. കണ്ടോ, R1 മൈനസ് R2 ഇസ് ഈക്വൽ ടു 2a കോസ് തീറ്റ എന്ന് വരും. അപ്പൊ ഈ കിട്ടിയതിനെ നമുക്ക് ഇവിടോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ. സോ വാട്ട് വി ഗെറ്റ് ഇസ് v is equal to q by 4 pi epsilon 0 2a cos theta divided by r സ്ക്വയർ എന്ന് വരും. കണ്ടോ, 2a cos theta എന്ന് വരും. ഇതിൽ 2a വൺ ഓഫ് ദ ചാർജസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ് എന്തായിരുന്നു, ഡൈപോൾ മൊമെന്റ് ആയിരുന്നില്ലേ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റനെ റീറൈറ്റ് ചെയ്യാം. 1/4 pi epsilon 0 p cos theta by r square. p cos theta by r square എന്ന് എഴുതാം. കോസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് 1/4 pi epsilon 0 p ഡോട്ട് ഒരു യൂണിറ്റ് വെക്ടർ ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്ന ജനറൽ ഫോമിൽ വേണമെങ്കിലും എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ അറ്റ് P ഡ്യൂ ടു ദ ഡൈപോൾ. ഇനി ഇതിന് രണ്ട് കണ്ടീഷൻ ഉണ്ട്. അതായത് എലോങ് ദ ആക്സിയൽ ലൈനും എലോങ് ദ ഇക്വറ്റോറിയൽ ലൈനും. അതായത് ആക്സിയൽ ലൈൻ എന്നുള്ള പോയിന്റ് ആണെങ്കിൽ, അതായത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പോയിന്റ് ഇവിടെ ഒരു ആർബിട്രറി പോയിന്റാണ് ഞാൻ ചൂസ് ചെയ്തത്. ഞാൻ ഇങ്ങനെ എലോങ് ദ ആക്സിയൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആക്സിയൽ ലൈൻ. അപ്പൊ ഞാൻ ഈ ആക്സിയൽ ലൈനിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് ആണ് ഞാൻ എടുത്തതെങ്കിൽ ഈ പി ദേ ഇങ്ങി വരും, ഇവിടെ വരും. അങ്ങനെ വരുമ്പോൾ ഈ തീറ്റ എന്ന് പറയുന്നത് എന്തായി മാറും, 0 ആയി പോവും. സോ കോസ് 0 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. സോ വാട്ട് വി ഗെറ്റ് ഇസ്, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം തീറ്റ ഈസ് ഈക്വൽ ടു 0. സോ വി വിൽ ഗെറ്റ് വി ആക്സിയൽ ഇസ് ഈക്വൽ ടു 1/4 pi epsilon 0 p by r സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇക്വറ്റോറിയൽ ലൈനിലാണെങ്കിൽ, അതായത് ഡൈപോളിന്റെ നേരെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പൊസിഷനിലാണെങ്കിൽ ഈ തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും, 90 ഡിഗ്രി വരും. സോ കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. സോ വാട്ട് വി ഗെറ്റ് ഈസ് വി ഇക്വറ്റോറിയൽ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. കണ്ടോ, അപ്പൊ ഞാൻ ഈ ആർബിട്രറി പോയിന്റ് ചൂസ് ചെയ്തിട്ടുള്ള ഡെറിവേഷനിൽ നിന്ന് കോസ് തീറ്റയ്ക്ക് 0യും 90യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആക്സിയൽ ലൈനിലെ പൊട്ടൻഷ്യലും ഇക്വറ്റോറിയൽ ലൈനിലെ പൊട്ടൻഷ്യൽ ഇക്വേഷനും കണ്ടുപിടിച്ചു. എളുപ്പമല്ലേ? കമ്പയർഡ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്, ആ ചാപ്റ്ററിൽ പഠിച്ച പൊട്ടൻഷ്യൽ ഡെറിവേഷനെക്കാട്ടിലും സിമ്പിൾ ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഓർക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ പറ്റി റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, 2 charges 5 × 10⁻⁻8 coulomb and -3 × 10⁻⁸ coulomb are located 16 cm apart.
At what point on the line joining the two charges is the electric potential 0? അപ്പോൾ ഒരു രണ്ട് ചാർജസ് തന്നിട്ടുണ്ട്. ഒരു ചാർജ് എന്ന് പറയുന്നത് 5 × 10⁻⁸ കുളോമ്പും മറ്റേത് -3 × 10⁻⁸ കുളോമ്പുമാണ്. സോ ദേ ആർ the question is, at what point on the line join the two charges is the electric potential 0? അതായത് ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന ലൈനിൽ എവിടെയായിരിക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആയിരിക്കുക എന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ആദ്യം ഇതിനകത്തുള്ള P എന്ന് പറയുന്ന ഈ പോയിന്റ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. അപ്പം ഇവിടെ പോയിന്റിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ടോട്ടൽ ഡിസ്റ്റൻസ് അവർ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നേക്കുന്നത്? 16 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ചൂസ് ചെയ്യാണ് ലെറ്റ് ദിസ് ഡിസ്റ്റൻസ് ഈസ് എക്സ്. ഇതിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 16 - x എന്നായിരിക്കും. ഓക്കെ, 16 - x എന്നായിരിക്കും. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്താ കിട്ടാന്നുള്ളത്. ഇവര് തന്നിട്ടുണ്ട് v1 + v2 = 0 എന്ന്. സോ നമുക്ക് നോക്കാം. 1/4πε0 5 × 10⁻⁸ ഡിവൈഡഡ് ബൈ ആറിന്റെ സ്ഥാനത്ത് എന്ത് വരും? ഇത് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ, എക്സ് പ്ലസ് 1/4πε0 -3 × 10⁻⁸ ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് 16 - x. ഇത് 0 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? കോമൺ ആയിട്ട് എടുക്കാം. 1/4πε0 10⁻⁸ ഒക്കെ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10⁻⁸ ഡിവൈഡഡ് ബൈ 4πε0 × 5/x -3 ഡിവൈഡഡ് ബൈ 16 - x വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇതിനെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത്രയും ടേം അങ്ങ് പോകും. ഇത് മാത്രം കിട്ടും. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നോക്കിക്കേ, 5 × 16 - x -3x ഡിവൈഡഡ് ബൈ x × 16 - x ഇസ് ഈക്വൽ ടു 0 വരും. ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പം ഈ ഡിനോമിനേറ്റർ അങ്ങ് പോകും. ഇത് ഇത്രയും കിട്ടും. 5 × 16 - x -3x എന്ന് വരും. ഈ 16 × 5 എത്രയാണ്? 80 -5x -3x = 0 or 80 - 8x is equal to 0 or എന്ത് വരും? 8x is equal to 80 or x is equal to 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. കണ്ടോ? ഞാൻ എടുത്ത പോയിന്റ് ഇവിടെയാണെങ്കിൽ എനിക്ക് എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എത്ര കിട്ടി? 10 സെന്റിമീറ്റർ കിട്ടി. കണ്ടോ? എളുപ്പല്ലേ? ഒന്നുമില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാനുള്ള ഒരു സിമ്പിൾ പ്രോബ്ലം ആണിത്. കണ്ടോ? 10 കിട്ടി. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു കേസ് 1 ആണ്, ഫസ്റ്റ് കേസാണ്. അപ്പോൾ ഫസ്റ്റ് കേസിലെ ഉത്തരം കിട്ടിയത് ഞാൻ ഇവിടെ എഴുതുകയാണ്. എക്സ് ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ കിട്ടി. ഇനി സെക്കൻഡ് കേസിൽ ഞാൻ ഈ പോയിന്റ് ചൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദിസ് കോൺഫിഗറേഷൻ. ഈ അലോങ് ലൈനിൽ ഇവിടെ ഏതെങ്കിലും ഉള്ള ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലാണ് 0 ആയിട്ട് ഞാൻ എടുക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മാറും. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ ഞാൻ എക്സ് ആക്കി എടുത്തെന്ന് വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് v1 എഴുതുമ്പോൾ എന്ത് വരും? 1/4πε0 5 × 10⁻⁸ ഡിവൈഡഡ് ബൈ ആറിന്റെ സ്ഥാനത്ത് ഇത് ഇത്രയും എക്സ് 16 ആണ്, അതിൻ്റെ കൂടെ ഇത്രയും കൂടെ ഡിസ്റ്റൻസ് വേണം. സോ 16 + x എന്ന് വരും. ഓക്കെ, അതേപോലെ v2 എന്ന് പറയുന്നത് എന്ത് വരും? 1/4πε0 -3 × 10⁻⁸ ഡിവൈഡഡ് ബൈ എന്ത് വരും? എക്സ് എന്ന് വരും. കണ്ടോ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് v1 + v2 0 ആക്കി എടുക്കുക. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 ഡിവൈഡഡ് ബൈ 16 + x -3 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത് 0 കിട്ടും. അതായത് 5x -48 -3x is equal to 0 കിട്ടും. That is 2x - 48 is equal to 0 കിട്ടും. Or
2x is equal to 48 കിട്ടും, or x is equal to 24 സെന്റിമീറ്റർ എന്ന് കിട്ടും. കണ്ടോ? പിടികിട്ടിയോ? അതായത് ഞാൻ ഔട്ട്സൈഡ് ദ കോൺഫിഗറേഷൻ ഉള്ളൊരു പോയിന്റ് എടുക്കുന്നെങ്കിൽ കിട്ടുന്ന എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 24 ആയിരിക്കും. അതേസമയം ഇൻസൈഡ് ദ കോൺഫിഗറേഷനാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന എക്സിന്റെ വാല്യൂ 10 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സാമിന് ചോദിക്കുമ്പം ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു എന്താ പറയുക ഓപ്ഷൻസിലെ ABCD ഓപ്ഷൻസ് അത് കറക്റ്റായിട്ടൊന്ന് നോക്കണം. അവർ തന്നിരിക്കുന്ന ഓപ്ഷൻസ്, ഫോർ എക്സാമ്പിൾ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 സെന്റിമീറ്റർ ഫ്രം ദ ഫസ്റ്റ് ചാർജ് 5 × 10⁻⁸ എന്നാണ് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 24 സെന്റിമീറ്റർ ഔട്ട്സൈഡ് ദ കോൺഫിഗറേഷൻ ഫ്രം ദ സെക്കൻഡ് ചാർജ്, അങ്ങനൊക്കെ ഓപ്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം നമ്മൾ ഈ പോയിന്റ് എവിടെയാണ് ചൂസ് ചെയ്യാനും എക്സ് നമ്മൾ എടുക്കാനും വേണ്ടിയിട്ട്. മനസ്സിലായോ ഞാൻ കാര്യം പറഞ്ഞത്? അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ എപ്പോഴും നമ്മൾ ഉത്തരം എഴുതുന്നത് ആ ചോയ്സ് തന്നേക്കുന്നത് കറക്റ്റായിട്ടൊന്ന് വായിച്ചു നോക്കണം. നമുക്ക് തെറ്റി കിട്ടുന്ന ഉത്തരവും അതിനകത്തുണ്ടാവും ഉത്തരമായിട്ട്. അപ്പം നമ്മൾ വീട്ടിൽ വന്ന് പറയും പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ട് സൂപ്പറായിരുന്നു എന്ന് പറയും, പക്ഷേ നമ്മുടെ ഉത്തരം തെറ്റായിരിക്കും. ഓക്കെ, നമ്മൾ തെറ്റായ വഴി കൂടെ പോയാലും കിട്ടുന്ന ഉത്തരം അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഓപ്ഷൻസ് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? So hope you all understood my lecture. For more updates, keep an eye on my educational channel Lectures by Dr. Sinaji. Thank you.